മറ്റൊരാൾ പറയും, നിന്നേക്കാളും അധികമായി ഞാൻ സൽപ്രവൃത്തി ചെയ്തിട്ടുണ്ട്, എനിക്ക് ദൈവമേ വിശുദ്ധ പദവി തരണം. അപ്പോൾ മറ്റൊരാൾ പറയും, നേരത്തെ പറഞ്ഞവരെക്കാളും ഞാനാണ് സൽപ്രവൃത്തി ചെയ്തത്, ഞാൻ ധാരാളം പേർക്ക് വീട് വെച്ചു കൊടുത്തു, ധാരാളം പേർക്ക് ഞാൻ സൽപ്രവൃത്തി ചെയ്തതുകൊണ്ട് എനിക്ക് വിശുദ്ധ പദവി തന്നേ പറ്റൂ. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ മുമ്പാകെ ആർക്കും അവൻ്റെ സൽപ്രവൃത്തികൾ ഉയർത്തിക്കാണിച്ച് എനിക്ക് വിശുദ്ധ പദവി തരണം എന്ന് അവകാശപ്പെടുവാൻ സാധിക്കുകയില്ല. യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തത്താൽ പാപക്കറകൾ കഴുകി ശുദ്ധീകരണം പ്രാപിക്കാത്ത ആർക്കും തന്നെ ദൈവം വിശുദ്ധ പദവി നൽകുന്നില്ല. ദൈവം നൽകുന്ന വിശുദ്ധ പദവി തികച്ചും സൗജന്യമാണ്. നമ്മുടെ സൽപ്രവൃത്തികൾ കൊണ്ട് നമുക്ക് വിശുദ്ധ പദവിയോ സ്വർഗരാജ്യ പ്രവേശനമോ ഒരു കാലത്തും സാധിക്കുകയില്ല. അതുകൊണ്ട് ദാനമായി ദൈവം നമ്മെ വിശുദ്ധരാക്കുന്നു, സ്വർഗരാജ്യവും നൽകുന്നു. കൃപയാലല്ലോ വിശ്വാസം വഴി നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ നേടിയെടുത്തതല്ല. ഒരുത്തനും അഹങ്കരിക്കാതിരിക്കുവാൻ പ്രവൃത്തികളും കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ഇപ്രകാരം കൃപയാൽ സൗജന്യമായി വിശുദ്ധ പദവി സ്വീകരിച്ച എല്ലാ ദൈവമക്കളും തുടർന്ന് ഈ ഭൂമിയിൽ അവരുടെ മരണം വരെ സൽപ്രവൃത്തികൾ ചെയ്തേ പറ്റൂ. ചിലരോട് നിങ്ങൾ വിശുദ്ധരായി ജീവിക്കണമെന്ന് പറയുമ്പോൾ അവർ പറയും, ഞങ്ങൾക്കെങ്ങനെ വിശുദ്ധരായി ജീവിക്കാൻ പറ്റും? ഞങ്ങൾ ഇപ്പോഴും എപ്പോഴും പ്രത്യേകിച്ച് മരണസമയത്തും പാപികൾ തന്നെയാണ്. ഞങ്ങൾക്കൊരിക്കലും ഒരു വിശുദ്ധ ജീവിതം സാധ്യമല്ല, കാരണം ഞങ്ങൾ മരണസമയത്തും പാപികളാണ് എന്ന് ഏറ്റുപറഞ്ഞ് മരിക്കുവാൻ വിധിക്കപ്പെട്ടവരാണ്. പ്രിയമുള്ളവരെ, നാം കബളിപ്പിക്കപ്പെടരുത്. ക്രിസ്തു ക്രൂശിൽ മരിച്ചത് നാം ഇപ്പോഴെപ്പോഴും മരണസമയത്തും പാപികളാണ് എന്ന് ഏറ്റുപറഞ്ഞ് പാപമോചനം കിട്ടാതെ നരകത്തിൽ പോകാൻ വേണ്ടിയല്ല. യേശുക്രിസ്തു നൽകുന്ന സൗജന്യ പാപമോചനം പ്രാപിച്ച ദൈവമക്കൾ, ഞാൻ പാപിയായിരുന്നു, ദൈവമേ നീ എന്നെ നീതീകരിച്ചു, എനിക്ക് വിശുദ്ധ പദവി തന്നു, ആ ദാനമോർത്ത് അവർ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. പാപിയായിരുന്ന എന്നെ ദൈവമേ നീ വിശുദ്ധീകരിച്ചല്ലോ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ് താൻ തിരഞ്ഞെടുത്ത വിശുദ്ധരോട് പറഞ്ഞ ഈ പ്രഖ്യാപനം ഒന്ന് ശ്രദ്ധിക്കുക. യോഹന്നാൻ 17:14, ഞാൻ അവർക്ക് നിൻ്റെ വചനം കൊടുത്തിരിക്കുന്നു, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായക കൊണ്ട് ലോകം അവരെ പകച്ചു. യേശുവിൻ്റെ ശിഷ്യന്മാരെ ലോകം ആദരിച്ചില്ല. അവരുടെ പ്രതിമകൾ കണ്ണാടിക്കൂട്ടിൽ വെച്ച് ആദരവ് അവർക്ക് ലോകം കൊടുത്തില്ല. അവർക്ക് വേണ്ടി ലോകം ഒരു പെരുന്നാൾ ആഘോഷിച്ചില്ല. കർത്താവ് പറയുകയാണ്, ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായക കൊണ്ട് ലോകം അവരെ പകച്ചു. ക്രിസ്തുവിനെ ലോകം വെറുത്തു, ഒടുവിൽ ക്രൂശിൽ തറച്ചു. അതേ ലോകം തന്നെ ക്രിസ്തുവിനാൽ വിശുദ്ധരാക്കപ്പെട്ട യഥാർത്ഥ ദൈവമക്കളെ, വീണ്ടും ജനിച്ച രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ ലോകത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമല്ല, ആദരിക്കാൻ സാധ്യമല്ല. കാരണം യഥാർത്ഥ ക്രിസ്തുവിനെ, ഒറിജിനൽ ക്രിസ്തുവിനെ ഈ ലോകം നിഷേധിക്കുകയും ക്രൂശിൽ തറയ്ക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള ഈ ദുഷ്ടലോകത്തിൽ നിന്ന്, ഈ ദുഷ്ടലോകത്തിൻ്റെ ഒരു ഭാഗമാകാതിരിക്കുവാൻ, നിത്യമായ ന്യായവിധിയിലേക്ക്, ദൈവക്രോധാഗ്നിയിലേക്ക് പോകുന്ന ഈ ലോകത്തിൻ്റെ ഒരു ഭാഗമാകാതിരിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മെ, ദൈവമക്കളായ നമ്മെ തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് ഈ ലോകത്തിൽ നിന്ദയും അപമാനവുമാണ് നാം പ്രതീക്ഷിക്കേണ്ടത്. എബ്രായ ലേഖനം 13:12-13 വരെയുള്ള വാക്യങ്ങൾ, അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. ആകയാൽ നാം അവൻ്റെ നിന്ദ ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക. ഒന്നുകൂടി വേദഭാഗം വായിക്കുന്നു. എബ്രായ ലേഖനം 13:12-13 വാക്യങ്ങൾ, അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. ആകയാൽ നാം അവൻ്റെ നിന്ദ ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക. ക്രിസ്തുവിനാൽ വിശുദ്ധരാക്കപ്പെട്ട യഥാർത്ഥ വിശുദ്ധരോട് ക്രിസ്തു പറയുന്നത് ഇതാണ്: പാളയത്തിന് പുറത്ത് കഷ്ടം അനുഭവിക്കുക, നിന്ദ ഏറ്റുവാങ്ങുക.
പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ ധാരാളം പദവികളുണ്ട്, അവാർഡുകളുണ്ട്, റിവാർഡുകളുണ്ട്, വിശുദ്ധ പദവിയുണ്ട്. രക്ഷിക്കപ്പെടാത്തവർ പല പദവികളും സ്ഥാനങ്ങളും മാനങ്ങളും ഈ ലോകത്തിൽ ഒരുക്കി വച്ചിട്ടുണ്ട്. വീണ്ടും ജനിക്കാത്തവർ, രക്ഷിക്കപ്പെടാത്തവർ, അവർ തന്നെ ഈ ലോകത്തിൽ പല ഷെയറുകൾ, സ്ഥാനങ്ങൾ, ബഹുമതികൾ, പദവികൾ, ഇതാരോ ഒരുക്കി വച്ചിട്ടുള്ളത്? വീണ്ടും ജനനം എന്താണെന്ന് അറിയുകയില്ല. പേരിന് മാത്രം ക്രിസ്ത്യാനികളായി നടക്കുന്ന പലർ, അവർ ഒത്തിരി സ്ഥാനമാനങ്ങൾ അവരുടേതായ രീതിയിൽ അവർ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ രക്ഷിക്കപ്പെടാത്തവരായ ലോകത്തിലെ ഇത്തരം ആളുകൾ ഒരുക്കി വെച്ചിട്ടുള്ള ഈ പദവികൾ, ഈ സ്ഥാനങ്ങൾ, അവാർഡുകൾ, ഈ വിശുദ്ധ പദവികൾ, ഇതൊരിക്കലും ഒരു ദൈവ പൈതൽ ഉള്ളം കൊണ്ട് മോഹിക്കാൻ പോലും പാടില്ല. കാരണം അത് രക്ഷിക്കപ്പെടാത്തവർ അവരുടെ ഇടയിലുള്ള വ്യക്തികളെ ആദരിക്കാനായി അവർ തന്നെ ഒരുക്കി വെച്ചതാണ്. എന്നാൽ ദൈവത്താൽ വിശുദ്ധരാക്കപ്പെട്ട നമ്മൾ എന്താണ് ആഗ്രഹിക്കേണ്ടത്? യേശു ക്രിസ്തുവിനെ നിന്ന ചുമക്കണം. 1 പത്രോസ് 4:14 ക്രിസ്തുവിൻ്റെ നാമം നിമിത്തം നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, ദൈവമക്കളായി വീണ്ടും ജനിച്ചു. ഇനി ലോകം നിങ്ങളെ ആദരിക്കും എന്നല്ല വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. ക്രിസ്തുവിൻ്റെ നാമം നിമിത്തം നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. ഒരു ദൈവ പൈതലിൻ്റെ മേൽ മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് അഥവാ പരിശുദ്ധാത്മാവ് വസിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവെന്താണ്? ക്രിസ്തുവിൻ്റെ നാമം നിമിത്തം രക്ഷിക്കപ്പെടാത്തവർ അവനെ നിന്ദിക്കുന്നു, ദുഷിക്കുന്നു. യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടൊരു ദൈവ പൈതലിനെ മനസ്സിലാക്കാനോ അംഗീകരിക്കാനോ അവർക്ക് കഴിയുകയില്ല. അതുകൊണ്ട് അവർ ദുഷിക്കും. അങ്ങനെ ദുഷിക്കപ്പെടുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം നമ്മോട് പറയുന്നത്, ക്രിസ്തുവിൻ്റെ നാമം നിമിത്തം നിന്ന സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. നാം വിശുദ്ധരായി ജീവിക്കേണ്ടത് ഈ ഭൂമിയിലാണ്. കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തു. ഇനി നാം കർത്താവിന് വേണ്ടി മാത്രം ജീവിക്കണം. എവിടെയാണ് നമ്മൾ ജീവിക്കുന്നത്? ഈ ഭൂമിയിലാണ്, ഈ ലോകത്തിലാണ്. ഇവിടെ അനീതിയുണ്ട്, ദുഷ്ടതയുണ്ട്, മ്ലേച്ഛതയുണ്ട്, വ്യഭിചാരമുണ്ട്, അക്രമമുണ്ട്, ദ്രവ്യാഗ്രഹമുണ്ട്, കപടഭക്തിയുണ്ട്, തികഞ്ഞ അന്ധകാരം. ഇതിൻ്റെ നടുവിലാണ് നാം ഒരു വിശുദ്ധ ജീവിതം നയിക്കേണ്ടത്. ദൈവത്തിന് സാക്ഷികളെ വേണം. അക്രമവും അനീതിയും ദുഷ്ടതയും കാപട്യവും നിറഞ്ഞ ഈ ജനത്തിൻ്റെ നടുവിൽ ഈ നടന്നു പോകുന്നത് എൻ്റെ ഭക്തനാണ്, ഞാൻ തിരഞ്ഞെടുത്തവനാണ്, ഇവനിൽ കാപട്യമില്ല എന്ന് ദൈവത്തിന് നമ്മെ നോക്കി പറയുവാൻ കഴിയണം. അന്ധകാരം നിറഞ്ഞ ഈ ഭൂമിയിലേക്ക് ദൈവം നോക്കുമ്പോൾ ജ്വലിച്ചു നിൽക്കുന്ന പ്രകാശങ്ങളാണ് യഥാർത്ഥ ദൈവ പൈതൽ. അവൻ നുണ പറയുന്നില്ല. അനീതി, മ്ലേച്ഛത അവനെ തൊട്ട് തീണ്ടിയിട്ട് പോലുമില്ല. കാരണം എന്താണ്? ഞാൻ പരിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുമെന്ന് അവൻ്റെ ദൈവം അവനോട് കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അശുദ്ധിയോട് അവൻ ഒരു കോംപ്രമൈസും നടത്തുന്നില്ല. രഹസ്യമായിരിക്കുമ്പോഴും അവൻ വിശുദ്ധിയിൽ തന്നെ ജീവിക്കും. പരസ്യമായിരിക്കുമ്പോഴും അവൻ വിശുദ്ധനാണ്. യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ദൈവത്താൽ വിശുദ്ധ പദവിയിലേക്ക് എത്തപ്പെട്ട ഒരു വിശുദ്ധൻ പാപം ചെയ്യാനുള്ള സാഹചര്യം അവന് കിട്ടിയാലും, രഹസ്യത്തിലാണെങ്കിലും പരസ്യത്തിലായാലും, അകവും പുറവും അവൻ വിശുദ്ധനായിരിക്കും. കാരണം അവൻ എപ്പോഴും ദൈവത്തിൻ്റെ മുന്നിലാണ് അവൻ ജീവിക്കുന്നത്. അവന് രഹസ്യ ജീവിതമില്ല. ദാവീദ് പറഞ്ഞതുപോലെ, ഞാൻ എപ്പോഴും എൻ്റെ ദൈവത്തെ എൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്നു. അവൻ്റെ ജീവിതം നിരന്തരമായി കർത്താവിൻ്റെ മുന്നിലായതുകൊണ്ട് അവന് ആ കർത്താവിനെ മറന്ന്, ആ കർത്താവിൻ്റെ കണ്ണിനെ എപ്പോഴും തന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദൃഷ്ടിയെ അവഗണിച്ച് ഒരു പാപം ചെയ്യാൻ സാധ്യമല്ല. കർത്താവ് നമ്മളെ എപ്പോഴാണ് വിശുദ്ധരാക്കുന്നത്? നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ടല്ല കർത്താവ് നമ്മളെ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്നത്. ജീവനോട് ഇരിക്കുമ്പോഴാണ്. യേശുവിനെ നാം രക്ഷിതാവായി സ്വീകരിച്ചു, വചനം കേട്ടു, മാനസാന്തരപ്പെട്ടു, യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ആ സത്യം നാം അംഗീകരിച്ചപ്പോൾ ക്രിസ്തു തൻ്റെ വിശുദ്ധ രക്തം കൊണ്ട് നമ്മെ ശുദ്ധീകരിച്ചു. അങ്ങനെ നാം വിശുദ്ധരായി. മരിച്ചിട്ടല്ല ക്രിസ്തു നമ്മെ വിശുദ്ധരാക്കുന്നത്, ഭൂമിയിൽ ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ നമ്മെ വിശുദ്ധരാക്കുന്നു. ഈ ലോകത്തിൽ ഒരു പ്രത്യേക സഭാ സംഘടന അവരുടെ കൂട്ടത്തിൽ നിന്ന് ആ സഭയിലെ ഒരംഗം മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് അവരെ വിശുദ്ധ പദവിയിൽ ആക്കുക.
അങ്ങനെ മരിച്ചുപോയൊരു വ്യക്തിയെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നു. ആ വ്യക്തിയുടെ ജീവനില്ലാത്ത പ്രതിമ ഒരു കണ്ണാടിക്കൂട്ടിൽ വയ്ക്കുന്നു. ആ കണ്ണാടിക്കൂടിന് ചുറ്റും ജീവനുള്ള ഭക്തർ വന്ന് മാലയിടുന്നു, കൈകൂപ്പുന്നു, പ്രാർത്ഥിക്കുന്നു. ചിലർ ആരാധിക്കുന്നു, ചിലർ വണങ്ങുന്നു, ചിലർ ആദരവ് പ്രകടിപ്പിക്കുന്നു. എന്നാൽ ഇതൊന്നും ആ ബിംബം അറിയുന്നില്ല. ഈ ജീവനുള്ള മനുഷ്യർ എന്തൊക്കെയാണ് കാണിക്കുന്നത്? എന്നെ ഇവർ ആരാധിക്കുകയാണോ അതോ എന്നെ വണങ്ങുകയാണോ? ഇതൊന്നും അറിയുന്നില്ല. കാരണം ജീവനുള്ള മനുഷ്യരുമായി യാതൊരു ബന്ധവുമില്ലാതെ ആ ബിംബം അങ്ങനെ നിൽക്കുകയാണ്. സങ്കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ, 115 സങ്കീർത്തനത്തിൽ, അവയ്ക്ക് കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, കാതുണ്ടെങ്കിലും കേൾക്കുന്നില്ല. 115 സങ്കീർത്തനം 4 മുതൽ വായിക്കുന്നു. അവരുടെ വിഗ്രഹങ്ങൾ വെള്ളിയും സ്വർണവുമാണ്, മനുഷ്യകരങ്ങളുടെ സൃഷ്ടികൾ. അവയ്ക്ക് വായുണ്ട് പക്ഷേ സംസാരിക്കുന്നില്ല, കണ്ണുണ്ട് പക്ഷേ കാണുന്നില്ല, കാതുണ്ട് പക്ഷേ കേൾക്കുന്നില്ല, മൂക്കുണ്ട് പക്ഷേ മണത്തറിയുന്നില്ല, കൈയുണ്ട് പക്ഷേ സ്പർശിക്കുന്നില്ല, കാലുണ്ട് പക്ഷേ നടക്കുന്നില്ല, അവയുടെ കണ്ഠത്തിൽ നിന്ന് സ്വരമേ പുറപ്പെടുന്നില്ല. എന്നാൽ കർത്താവ് ദൈവമക്കളായ നമ്മെ വിശുദ്ധരാക്കുമ്പോൾ സംഭവിക്കുന്നത്, ജീവനുള്ള മറ്റു വ്യക്തികളുമായി നമുക്ക് നിരന്തരമായി ബന്ധപ്പെടേണ്ടി വരുന്നു. മരിച്ചുപോയൊരു വിശുദ്ധൻ്റെ വിഗ്രഹത്തിന് ഒരിക്കലും ജീവനുള്ള വ്യക്തികളോട് സംസാരിക്കുകയോ അവരുടെ അടുത്ത് പോകുകയോ ഒന്നും ചെയ്യേണ്ടി വരികയില്ല. എവിടെ കൊണ്ടുവച്ചോ അവിടെ ഇരിക്കും. തോളിലാണോ മനുഷ്യർ തന്നെ ചുമക്കുന്നത്, അവിടെ ഇരുന്നുകൊള്ളും, അത്രയേ ഉള്ളൂ. എന്നാൽ നമ്മെ സംബന്ധിച്ച് അങ്ങനെയല്ല. നമുക്ക് കണ്ണുണ്ട്. ആ കണ്ണുകൊണ്ട് വിശുദ്ധരായി നാം വേണ്ടാത്ത കാര്യങ്ങൾ നോക്കാൻ പാടില്ല. നമുക്ക് കാലുണ്ട്. ആ കാലുകൊണ്ട് നാം വേണ്ടാത്ത സ്ഥലങ്ങളിൽ പോകാൻ പാടില്ല. നമുക്ക് ചെവിയുണ്ട്. ആ ചെവി കൊണ്ട് വേണ്ടാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ പാടില്ല. നമുക്ക് കൈയുണ്ട്. അതുകൊണ്ട് വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. എന്നാൽ കണ്ണാടിക്കൂട്ടിലിരിക്കുന്ന വിഗ്രഹത്തിൻ്റെ അവസ്ഥയോ, ചലിപ്പിക്കാൻ പറ്റില്ല അവയവങ്ങൾ. കാരണം അതിന് ജീവനില്ല. പക്ഷേ നമുക്ക് ജീവനുണ്ട്. ജീവനുള്ള വിശുദ്ധരായ നാം നിരന്തരമായി രക്ഷിക്കപ്പെടാത്ത പാപികളായ മനുഷ്യരോട് ബന്ധപ്പെടുന്നവരാണ്. അവരുടെ ഇടയിൽ നമ്മുടെ ജീവിതം തികച്ചും വിശുദ്ധമായിരിക്കണം. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മൾ ജീവൻ പ്രാപിച്ചവരാണ്, ബിംബമല്ല, ബൊമ്മയല്ല. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പെറുപെറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുവാൻ, അഥവാ വിശുദ്ധ ജീവിതം നയിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് യഥാർത്ഥത്തിൽ വീണ്ടും ജനിക്കപ്പെട്ടവർ. പൗലോസ് ലേഖനം എഴുതി, പത്രോസ് ലേഖനം എഴുതി 1-ാം നൂറ്റാണ്ടിൽ കൊളോസിയിലും എഫേസ്യയിലും കൊരിന്തിലുമെല്ലാം ദൈവസഭകൾ ഉണ്ടായിരുന്നു. ഈ കൊരിന്തിലും എഫേസ്യയിലും കൊളോസിയ എന്ന സ്ഥലത്തൊക്കെയുള്ള വ്യക്തികൾ പണ്ട് ജാതികളും യഹൂദ പശ്ചാത്തലത്തിൽ ഉള്ളവരൊക്കെയായിരുന്നു. എന്നാൽ കർത്താവ് അവരെ വിളിച്ചു വേർതിരിച്ചു. അവർ ദൈവത്തിൻ്റെ വചനം കേട്ടു, രക്ഷിക്കപ്പെട്ടു. അങ്ങനെ അവർ രക്ഷിക്കപ്പെട്ടപ്പോൾ ഓരോ സ്ഥലത്തും അവർ ദൈവസഭകളായി, പ്രത്യേക കൂട്ടമായി വേർപിരിഞ്ഞു. അങ്ങനെ പൗലോസ് ലേഖനം എഴുതുന്നത് എഫേസ്യർക്ക് എഴുതിയ ലേഖനം. എഫേസ്യ എന്ന പട്ടണത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനാൽ വിശുദ്ധരാക്കപ്പെട്ട, രക്ഷിക്കപ്പെട്ട ആ ദൈവമക്കളുടെ കൂട്ടത്തിനാണ് ലേഖനം. റോമക്കാർക്ക് എഴുതിയ ലേഖനം എന്ന് പറഞ്ഞാൽ, റോം എന്ന ആ നഗരത്തിൽ കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിനാൽ വിശുദ്ധരാക്കപ്പെട്ട ദൈവസഭ, ആ ഗണത്തിനാണ് ലേഖനം എഴുതുന്നത്. ഗലാത്യ സഭ, ഇങ്ങനെ എല്ലാ സഭകളും അങ്ങനെയാണ്. അവർ വിശുദ്ധരാണ്, ക്രിസ്തുവിനാൽ വിശുദ്ധരാക്കപ്പെട്ടവരാണ്. ഇവർ ഇങ്ങനെ വിശുദ്ധരായി ദൈവത്താൽ വേർതിരിക്കപ്പെട്ട ഒരു സഭയായി മാറിയപ്പോൾ ഇവരുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ ഇവരെ വീക്ഷിക്കുകയാണ്. പണ്ട് ഇവർ ഒരുപക്ഷെ മോശം സ്വഭാവമുള്ളവരായിരിക്കാം. എന്നാൽ ഇപ്പോൾ ഇവർ യേശു ക്രിസ്തുവിനാൽ പുതിയ സൃഷ്ടിയായി, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഇപ്പോൾ ഇവരുടെ ജീവിതം അവരുടെ സമപ്രായക്കാരിൽ നിന്നും, രക്ഷിക്കപ്പെടാത്ത ബന്ധുക്കളിൽ നിന്നും,
രക്ഷിക്കപ്പെടാത്ത സുഹൃത്തുക്കളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. കാരണം ഇവർ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി. മാത്രമല്ല, ഇവർ ഈ ക്രിസ്തുമാർഗം സ്വീകരിച്ചപ്പോൾ ഇവരുടെ ബന്ധുക്കൾ, മിത്രങ്ങൾ ഇവരെ ഉപദ്രവിക്കുവാനും ഒറ്റപ്പെടുത്തുവാനും സാധ്യതയുണ്ട്. പക്ഷേ അപ്പോഴെല്ലാം ഈ വിശുദ്ധന്മാർ എങ്ങനെ പരിവർത്തിക്കണം, എങ്ങനെ ജീവിക്കണം? വക്രതയും കോട്ടവുമുള്ള ആ തലമുറയുടെ നടുവിൽ അവർ ജീവൻ്റെ വചനം പ്രമാണിച്ച് ലോകത്തിൽ നക്ഷത്രങ്ങളായി അവർ പ്രകാശിച്ചു. അന്ധകാരം അവരെ വിഴുങ്ങിയില്ല, മറിച്ച് അവർ താമസിക്കുന്നത് അന്ധകാരത്തിൻ്റെ നടുവിലാണ് എങ്കിലും ഇവർ ജീവൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്വലിച്ചുകൊണ്ടിരുന്നു, ഒരു നക്ഷത്രത്തെ പോലെ പ്രകാശിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ട് കർത്താവ് നമ്മെ വിശുദ്ധരാക്കിയപ്പോൾ നമ്മെ ആക്കി വച്ചത് ചില്ലുകൂട്ടിലല്ല, പിന്നെയോ വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ നടുവിലാക്കി വെച്ചു. എന്തിനു വേണ്ടി? ഈ ജീവൻ്റെ വചനം മുറുകെ പിടിച്ചുകൊണ്ട് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുവാൻ ദൈവം നമ്മളെ ഇതാ ആക്കി വച്ചിരിക്കുന്നു. വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ നാം ചിന്തിച്ചു കഴിഞ്ഞു. ദൈവത്തിൻ്റെ ആവശ്യങ്ങൾക്കായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനും വേർതിരിക്കപ്പെട്ടവനുമാണ് വിശുദ്ധൻ. അതുകൊണ്ട് നാം വിശുദ്ധിയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ പ്രധാനമായും ദൈവത്തിൻ്റെ മുമ്പാകെയാണ് നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കേണ്ടത്. നമുക്കൊരു പക്ഷേ മനുഷ്യരുടെ മുമ്പാകെ കപടഭക്തി നമുക്കുണ്ടെങ്കിലും അത് ഒളിച്ചു വെച്ച് അല്പമൊക്കെ നാം വിശുദ്ധരാണ് എന്ന് നമ്മുടെ ബാഹ്യമായ പ്രവൃത്തികൾ കൊണ്ട് വരുത്തി തീർക്കാൻ കഴിഞ്ഞു എന്ന് വരും. കാരണം നമ്മുടെ ഹൃദയത്തിൻ്റെ മോട്ടീവ് എന്താണ് മനുഷ്യർക്കറിയുകയില്ല. നമ്മുടെ വായിലെ വാക്കുകൾ അവർക്ക് കേൾക്കാൻ പറ്റും, കൈകൾ കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ കാണാൻ പറ്റും. പക്ഷേ നമ്മുടെ ഹൃദയത്തിലെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് എന്ന് മറ്റുള്ള വ്യക്തികൾക്ക് കാണാൻ കഴിയുകയില്ല. എന്നാൽ നമ്മോട് പറഞ്ഞിരിക്കുന്നത് നാം വിശുദ്ധിയിൽ ജീവിക്കേണ്ടത് ദൈവത്തിൻ്റെ മുമ്പാകെയാണ്. കാരണം നമ്മുടെ അകവും പുറവും ഒരുപോലെ അറിയുന്നവനാണ് ദൈവം. അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പാകെ വിശുദ്ധിയിൽ നാം നടക്കുന്നവരാണ് എങ്കിൽ ഒരു രഹസ്യപാപവും നമ്മൾ ചെയ്യുകയില്ല. ദൈവത്തിൻ്റെ മുമ്പാകെ വിശുദ്ധിയിൽ നമ്മൾ ജീവിക്കുന്നവരാണ് എങ്കിൽ മനുഷ്യരുടെ മുമ്പാകെയും ഒരു വിശുദ്ധ ജീവിതം അത് വളരെ എളുപ്പമാണ്. ദൈവത്തോടുള്ള ബന്ധം ഉലഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ് മറ്റു വ്യക്തികളോടുള്ള ബന്ധത്തിലും ഉലച്ചിൽ കാണുന്നത്. നാം ദൈവത്തിൻ്റെ മുമ്പാകെയാണ് വിശുദ്ധരായി നടക്കേണ്ടത്. വായിക്കാം, കൊളോസ്യ 1:21-22 വരെയുള്ള വാക്യങ്ങൾ. മുൻപേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവൻ്റെ മുൻപിൽ, അതായത് ദൈവത്തിൻ്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവനിപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. ഭർത്താവ് പറയുകയാണ് വിശുദ്ധയായ ഭാര്യയെ നോക്കി, നിന്നിൽ കുറ്റമുണ്ട്, നീ രഹസ്യപാപം ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഭാര്യയുടെ ജീവിതം ദൈവത്തിൻ്റെ മുമ്പാകെ വിശുദ്ധമാണ് എങ്കിൽ അവൾ അസ്വസ്ഥയായി തീരേണ്ട കാര്യമില്ല. കാരണം ദൈവത്തിൻ്റെ മുമ്പാകെ ഞാൻ വിശുദ്ധിയിൽ നടക്കുന്നുണ്ട് എന്നൊരു ബോധ്യം നമുക്ക് ഉണ്ടെങ്കിൽ 1000 മനുഷ്യർ നമ്മെ നോക്കി നീ രഹസ്യപാപം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാലും അതിൽ നാം അപ്സെറ്റ് ആകേണ്ട കാര്യമില്ല. കാരണം എന്താണ്? മനുഷ്യരുടെ മുമ്പാകെയല്ല, ദൈവത്തിൻ്റെ മുമ്പാകെ വിശുദ്ധരായി നടക്കുവാനാണ് ഒരു വിശുദ്ധനെ ദൈവം തിരഞ്ഞെടുത്തിട്ടുള്ളത്. മറ്റുള്ളവർ പല അഭിപ്രായങ്ങൾ പറയും, പക്ഷേ ദൈവത്തിൻ്റെ സർട്ടിഫിക്കറ്റാണ് നമുക്ക് ലഭിക്കേണ്ടത്. ഇനി എഫേസ്യ ലേഖനം 1:4, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്, ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിനാണ് ലോകസ്ഥാപനത്തിന് മുമ്പ്. ഇന്നത്തെ സഭകളെല്ലാം ഉത്ഭവിക്കുന്നതിന് മുമ്പ് കത്തോലിക്ക സഭ, പെന്തക്കോസ്ത് സഭ, യാക്കോബായ സഭ, പല സഭകളൊക്കെയുണ്ട്. 2000 വർഷത്തിൻ്റെ പഴക്കമേ ഈ സഭകൾക്കൊക്കെ ഉള്ളൂ, ചിലതിന് അതുപോലുമില്ല. എന്നാൽ ഭൂമിയിൽ സഭകൾ, സഭാ സംഘടനകളൊക്കെ ഉത്ഭവിക്കുന്നതിന് മുമ്പ്, ലോകം തന്നെ ഉളവാകുന്നതിന് മുമ്പ് ദൈവം തനിക്കുള്ളവരെ വിളിച്ചു വേർതിരിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നാം രക്ഷിക്കപ്പെട്ടതും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇപ്പോൾ വിശുദ്ധരായി ജീവിക്കുന്നതും ഇതൊന്നും യാദൃച്ഛികമല്ല. നമ്മുടെ പോലും ഒരു തെരഞ്ഞെടുപ്പല്ല ഇത്. കാരണം നാം ജനിക്കുന്നതിന് മുമ്പ്, ബുദ്ധിയും വിവേകവും ഒക്കെ വരുന്നതിന് മുമ്പ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടി? നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും
നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും. എഫേസ്യ ലേഖനം 5:27 വായിക്കാം. എഫേസ്യ 5:27 കറ, ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. കറ, ചുളുക്കം ഒന്നുമില്ലാതെ സഭയെന്ന് പറയുന്നത് ഇവിടുത്തെ ഏതെങ്കിലും സംഘടനാ സഭയല്ല ഉദ്ദേശിക്കുന്നത്. യേശുവിൻ്റെ രക്തത്താൽ കഴുകി വീണ്ടെടുക്കപ്പെട്ട, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട യഥാർത്ഥ വിശുദ്ധരുടെ ഗണം. ആ സഭയെ അതിൻ്റെ കറയും ചുളുക്കും എല്ലാം മാറ്റി ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും. കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരും. അപ്പോൾ ഇതാ ക്രിസ്തു തൻ്റെ മുൻപാകെ നിർത്തുന്നത് കറയും ചുളുക്കവും ഉള്ള ഒരു മണവാട്ടി സഭയെ അല്ല, കറയും ചുളുക്കവും ഇല്ലാത്ത ഒരു വിശുദ്ധ സഭയെ, യഥാർത്ഥ ദൈവമക്കളെ തൻ്റെ മുമ്പാകെ നിർത്തും. കാരണം യേശുവിന് വേണ്ടത് അശുദ്ധരെയല്ല, ഇപ്പോഴെപ്പോഴും പ്രത്യേകിച്ച് മരണസമയത്തും പാപിയാണെന്ന് പറഞ്ഞ് പാപത്തിൽ ജീവിക്കുന്നവരെയല്ല ദൈവത്തിന് വേണ്ടത്, വിശുദ്ധരെയാണ് വേണ്ടത്. അങ്ങനെയുള്ള വിശുദ്ധരുൾപ്പെടുന്ന ആ യഥാർത്ഥ ദൈവസഭയെ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ ക്രിസ്തു തൻ്റെ മുമ്പാകെ നിർത്തും. അത് തേജസ്കരിക്കപ്പെട്ട സഭയാണ്, വിശുദ്ധരുടെ കൂട്ടമാണ്. ഇനി ഈ ഭൂമിയിൽ നാം ദൈവത്തെ ആരാധിക്കും, വിശുദ്ധിയിൽ ആരാധിക്കും. ഈ ഭൂമിയിൽ മാത്രമല്ല നാം ദൈവത്തെ ആരാധിക്കുക, സ്വർഗത്തിലും പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പാകെ നാം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞ് ആ ദൈവത്തെ ആരാധിക്കും. പരിശുദ്ധനായ ദൈവത്തെ നിത്യകാലം മുഴുവൻ സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് പരിശുദ്ധൻ 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 എന്ന് നമുക്ക് പാടി പുകഴ്ത്തണമെങ്കിൽ ഈ ഭൂമിയിൽ നാം ഈ പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പാകെ ഒരു വിശുദ്ധ ജീവിതം നയിക്കണം. ഇവിടെ ദൈവത്തിൻ്റെ മുമ്പാകെ ഒരു വിശുദ്ധ ജീവിതം നയിക്കാതെ മരിച്ച് സ്വർഗത്തിൽ പോയി പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പാകെ നമുക്ക് പരിശുദ്ധൻ 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 എന്ന് പാടിപ്പുകഴ്ത്താൻ സാധ്യമല്ല. ഇന്ന് ഈ ഭൂമിയിൽ പാപത്തിൽ ജീവിക്കുന്നവരും കർത്താവിനെ പരിശുദ്ധൻ 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 എന്ന് പാടിപ്പുകഴ്ത്താറുണ്ട് നാവുകൊണ്ട്. പക്ഷേ അങ്ങനെയുള്ളവർ അവിടെ കാണുകയില്ല. ഒരു വിശുദ്ധ ജീവിതം വേണം. അങ്ങനെയുള്ളവർ ഈ ഭൂമിയിൽ കർത്താവിനെ അധരം കൊണ്ട് പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് സ്തുതിക്കുക തന്നെ വേണം. തൻ്റെ ഭക്തനെ കർത്താവ് തൻ്റെ മുന്നിൽ ഇരുത്തുവാൻ സ്വർഗത്തിൽ അനുവദിക്കുകയും നിത്യത മുഴുവൻ ആ ദൈവത്തെ ആരാധിക്കുകയും ചെയ്യും. ലൂക്കോസ് 1:74-75 വാക്യങ്ങൾ. നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിക്കുവാൻ നമുക്ക് കൃപ നൽകുമെന്ന് അവൻ നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ചെയ്ത സത്യവും തൻ്റെ വിശുദ്ധ നിയമവും ഓർത്തതിനാലുമാകുന്നു. നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന്. നാം എവിടെയാണ് ആരാധിക്കുന്നത്? തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും ആരാധിക്കുക. ഇപ്പോൾ തന്നെ ഒരു യഥാർത്ഥ വിശുദ്ധൻ ഭൂമിയിൽ പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നവനാണ്. നമ്മുടെ പ്രധാന വിളി, കോളിംഗ് എന്താണ്? ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക. നമ്മെ എന്തിനാണ് സൃഷ്ടിച്ചത്? ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ. നമ്മുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ദൈവത്തിന് മഹത്വം ലഭിക്കണം. അതിനുവേണ്ടിയാണ് നമ്മെ ഈ കർത്താവ് സൃഷ്ടിച്ചത്. ഇനി സ്വർഗത്തിലും നമ്മുടെ ഡ്യൂട്ടി എന്തായിരിക്കും? ദൈവത്തെ ആരാധിക്കുക. ഇതിനു വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിട്ടുള്ളത്. സൃഷ്ടി അതിൻ്റെ പൂർണ്ണത കണ്ടെത്തുന്നത് ദൈവത്തെ ആരാധിക്കുന്നതിലാണ്. 1 പത്രോസ് 2:5 നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ശ്രദ്ധിക്കുക, യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. എല്ലാവരുടെയും ആരാധന ദൈവത്തിന് സ്വീകാര്യമല്ല. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട തൻ്റെ വിശുദ്ധരുടെ ആരാധനയാണ് ദൈവം സ്വീകരിക്കുന്നത്. ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗം കഴിപ്പാൻ തക്കവണ്ണം
വിശുദ്ധ പുരോഹിത വർഗമാകുവാൻ പണിയപ്പെടുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എന്താണ് ആരാധന? റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവിൻ. ഈ ലോകത്തിന് അനുരൂപരാകരുത്. ഒരു യഥാർത്ഥ വിശുദ്ധൻ്റെ ആരാധനയെക്കുറിച്ചാണ് ഇവിടെ നാം വായിക്കുന്നത്. ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു, നിങ്ങൾ ജീവനും വിശുദ്ധവും ദൈവത്തിന് പ്രസാദവുമായ അല്ലെങ്കിൽ സ്വീകാര്യവുമായ യാഗമായി നിങ്ങളുടെ ശരീരങ്ങളെ തന്നെ സമർപ്പിക്കുവിൻ. നമ്മുടെ ശരീരത്തെ തന്നെ ജീവനുള്ള യാഗമായി സമർപ്പിക്കുന്നതാണ് ആരാധന. പഴയ നിയമത്തിൽ ആരാധന യാഗവുമായി ബന്ധപ്പെട്ടതാണ്. ഒരു വ്യക്തി പഴയ നിയമത്തിൽ പാപം ചെയ്താൽ പാപപരിഹാരത്തിന് വേണ്ടി ഒരു മൃഗത്തെ കൊണ്ടുവരും. ആ മൃഗത്തെ യാഗപീഠത്തിൽ കിടത്തും, ബലിയർപ്പിക്കും. അങ്ങനെയാണ് പാപമോചനം കിട്ടുന്നത്. ആ ബലി ദൈവത്തിന് സ്വീകാര്യമാണ്. ആ മൃഗത്തെ ബലിപീഠത്തിൽ കിടത്തിയാൽ അതിൻ്റെ അർത്ഥം ഇനി ആ മൃഗത്തിൻ്റെ അവകാശി അതുവരെ ആരായിരുന്നുവോ അവനല്ല. യാഗപീഠത്തിൽ ഒരു മൃഗത്തെ കിടത്തിയാൽ അത് കാണിക്കുന്നത് അത് ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടതാണ്. ഇതുപോലെ ആരാധന എന്ന് പറഞ്ഞാൽ യാഗപീഠത്തിൽ നമ്മുടെ ശരീരത്തെ തന്നെ സമർപ്പിക്കുന്നതാണ്. നമ്മുടെ ചിന്ത, നമ്മുടെ നോട്ടം, നമ്മുടെ വികാരങ്ങൾ, ഇതെല്ലാം നാം കർത്താവിന് വേണ്ടി മാത്രം സമർപ്പിക്കുകയാണ്. പണ്ട് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നാം നമുക്ക് വേണ്ടി ജീവിച്ചവരാണ്. അന്ന് നമ്മുടെ ശരീരത്തെ നാം ജീവനും വിശുദ്ധവും ദൈവത്തിന് സ്വീകാര്യവുമായ ഒരു യാഗമായി സമർപ്പിച്ചിട്ടില്ല. പണ്ട് നാം ഒരുപക്ഷെ ആരാധന എന്ന് പറഞ്ഞത് ഭക്തിയുടെ അന്തരീക്ഷമുള്ള ഒരു പ്രത്യേക സ്ഥലത്ത് പോയി കുറേ നേരം നിൽക്കുക, കൂട്ടമണിയും അല്ലെങ്കിൽ പടക്കവും അതുപോലെ തന്നെ മനോഹരങ്ങളായ ലൈറ്റും തിളങ്ങുന്ന വസ്ത്രം ധരിച്ച മനുഷ്യരും നേതാക്കളും അങ്ങനെയുള്ള ഭക്തിവർദ്ധക അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കുക, അതാണ് നമ്മളിൽ പലരും ശീലിച്ചത്. എന്നാൽ അതൊന്നും ആരാധനയല്ല. യഥാർത്ഥ ആരാധന എന്താണ്? നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധവും ദൈവത്തിന് സ്വീകാര്യവുമായ യാഗമായി സമർപ്പിക്കുവിൻ. പണ്ട് നാം അത്തരത്തിലുള്ള ഈ ബാഹ്യമായ ആ ജഡത്തിൻ്റെ ആരാധനകളിൽ പങ്കെടുത്ത് ആ പ്രാർത്ഥനാ സ്ഥലം വിട്ട് പുറത്തു കടന്നാൽ ലോകത്തിൻ്റെ ശൈലിയിലാണ് നമ്മൾ ജീവിച്ചിരുന്നത്. ലോകക്കാരെ പോലെ സംസാരിക്കും, ലോകക്കാർ നോക്കുന്നത് പോലെ നോക്കും. ലോകക്കാർക്ക് എന്താണോ ജീവിത ലക്ഷ്യം അത് തന്നെയായിരുന്നു നമുക്കും ജീവിത ലക്ഷ്യം. എന്നാൽ ഇവിടെ നാം രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ ശരീരത്തെ തന്നെ യാഗമാക്കുവാനാണ് പറയുന്നത്. നാം ഇനി നമുക്ക് വേണ്ടി ജീവിക്കാൻ പാടില്ല. കൊരിന്ത്യ ലേഖനവും നമ്മോട് പറയുന്നത്, നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. പണ്ട് നമ്മുടെ ശരീരം കൊണ്ട് നമ്മെയും പിശാചിനെയും മഹത്വപ്പെടുത്തി ജീവിച്ചവരാണ്. എന്നാൽ ഇപ്പോൾ നമ്മോട് പറയുന്നു, നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉപയോഗിക്കരുത്. നിങ്ങളുടെ കാത്, നിങ്ങളുടെ ചെവി, നിങ്ങളുടെ അധരം, അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഇനി ഉപയോഗിക്കരുത്. പിന്നെയോ അത് നിങ്ങൾ യാഗപീഠത്തിൽ കിടത്തണം. നിങ്ങളുടെ ശരീരത്തെ ജീവനും വിശുദ്ധവും ദൈവത്തിന് സ്വീകാര്യവുമായ യാഗമാക്കണം എന്ന് പറഞ്ഞാൽ യാഗപീഠത്തിൽ കിടത്തിയതെല്ലാം ദൈവത്തിന് മാത്രം വേർതിരിക്കപ്പെട്ടതാണ്. തിരുവചനം പറയുന്നു, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല. ഇതാണ് യഥാർത്ഥ വിശുദ്ധൻ. അവൻ്റെ സംസാരത്തിലൂടെ, അവൻ സഹിക്കുന്നതിലൂടെ, പൊറുക്കുന്നതിലൂടെ, ഈ വചനപ്രകാരം ജീവിക്കുന്നതിലൂടെ ക്രിസ്തുവിൻ്റെ നിന്ദ സഹിച്ച് ലോകത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് കർത്താവിൻ്റെ സ്വന്തം മകനായി ജീവിക്കുമ്പോൾ, സ്വന്തം കുരിശെടുത്ത് തന്നെ നിഷേധിച്ച് കർത്താവിനെ അനുഗമിക്കുമ്പോൾ അവൻ ഓരോ ദിവസവും യഥാർത്ഥ ആരാധന, ദൈവത്തിന് സ്വീകാര്യമായ ആരാധന അവൻ അർപ്പിക്കുകയാണ്. മറ്റുള്ളവർ നമ്മുടെ വസ്തുവകകൾ എടുത്തുകൊണ്ടു പോകുമ്പോൾ നാം തിരിച്ചു തരണമെന്ന് പറയാതെ അത് വിട്ടുകൊടുക്കുമ്പോൾ, മറ്റുള്ളവർ അന്യായം ചെയ്തിട്ടും അവരെ സ്നേഹിക്കുമ്പോൾ യാതൊരു പ്രതികാര നടപടിക്കും പോകാതെ എല്ലാം വിട്ടുകൊടുക്കാനും ക്ഷമിക്കാനും നമ്മൾ തയ്യാറാകുമ്പോൾ നാം അവിടെ യഥാർത്ഥ ആരാധനക്കാരായി മാറുകയാണ്.